ഫ്രണ്ട്സ്, മലയാളം ബെഡിനായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടായിരുന്നു. നമ്മുടെ മഹേഷ് മാധവ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് എന്താ തോന്നിയ എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്ന് സ്വന്തം പുണ്യാളം മഹേഷ് മാധവ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിനിമയുടെ പ്ലോട്ട് ഒന്ന് വായിച്ചു നോക്കാം. പ്ലോട്ട് എന്ന് പറയുന്നത്, അമ്മയുടെ നേർച്ച നിറവേറ്റാൻ വേണ്ടി വൈദികനാകാൻ നിർബന്ധനായ ഫാദർ തോമസിൻ്റെ, അതായത് ഫാദർ തോമസ് ആയിട്ട് നമ്മുടെ ബാലു വർഗീസാണ് വരുന്നത്, ജീവിതം പിന്തുടരുന്ന ഒരു വിചിത്രമായ ദിവ്യഹാസ്യമാണ്. തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ തേടി മീര എന്ന യുവതി അപ്രത്യക്ഷമായി എത്തുമ്പോൾ, മീരയായിട്ട് നമ്മുടെ അനശ്വര രാജനാണ് വരുന്നത്, പള്ളി മാളികയിലെ അദ്ദേഹത്തിൻ്റെ സമാധാനപരമായ നിലനിൽപ്പ് താറുമാറാകുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിന് ഒരു കള്ളൻ, അതായത് കുസൃതിക്കാരനായ ഒരു കള്ളൻ അതേ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. ഇത് ക്രമരഹിതവും തമാശ നിറഞ്ഞതുമായ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയ്ക്ക് വേദിയൊരുക്കുകയാണ് ചെയ്യുന്നത്. സാധ്യതയില്ലാത്ത മൂവരും തെറ്റിദ്ധാരണകളും സങ്കടങ്ങളും നാവിഗേറ്റ് ചെയ്യുമ്പോൾ വിശ്വാസം, മാനവികത, വീണ്ടെടുപ്പ് ഇവയുടെ രസകരമായ ഈ കഥയിൽ അവരുടെ ഹൃദയാംഗമായ ബന്ധങ്ങളും അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകളും കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇൻ്റർവെല്ലിൻ്റെ പഞ്ച്, അതായത് ഇൻ്റർവെല്ലാകാൻ പോകുന്ന ഒരു പഞ്ച് സമയത്താണ് നമ്മുടെ അർജുൻ അശോകൻ്റെ ആൻ്റപ്പൻ എന്ന കഥാപാത്രം ഈ കഥയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ആൻ്റപ്പൻ എന്ന കഥാപാത്രം എത്തുന്നതോടുകൂടി അതുണ്ടാക്കുന്ന ട്വിസ്റ്റും അതിനപ്പുറത്തെ തീർത്തും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പ് റോളിലാണ് നമ്മുടെ അർജുൻ അശോകൻ്റെ ആൻ്റപ്പൻ എന്ന കഥാപാത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ആൻ്റപ്പൻ എന്ന കഥാപാത്രം വന്നതിന് ശേഷം ഈ സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ നിറച്ചുകൊണ്ടാണ് പിന്നീട് സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് സിനിമയുടെ പ്ലോട്ടായിട്ട് പറയാനുള്ളത്. ഇനി ബാക്കി നിങ്ങൾ തന്നെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ക്ലൈമാക്സ് രംഗത്തെക്കുറിച്ച് പറയുകയാണ്. ക്ലൈമാക്സ് രംഗത്തിൽ ഓരോ സസ്പെൻസും സിനിമയിലുണ്ടായിരുന്നു. ഓരോ സസ്പെൻസും പൊളിച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ക്ലൈമാക്സ് രംഗമൊക്കെ ഇപ്പോൾ സൂപ്പർ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഹാഫിൽ പറയുന്ന ഒരു കോമഡി ഒഴുക്ക് രൂപത്തിലായിരുന്നു ആ കഥ പറഞ്ഞു പോയിരുന്നതെങ്കിൽ, അതായത് കോമഡി, അതായത് നല്ല പൊട്ടിച്ചിരിക്കാനുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. അതായത് കോമഡി ഒഴുക്ക് രീതിയിലാണ് പോയിരുന്നതെങ്കിൽ നമ്മുടെ അർജുൻ അശോകൻ്റെ ആൻ്റപ്പൻ എന്ന കഥാപാത്രം വരുന്നതോടുകൂടി സെക്കൻഡ് ഹാഫിൽ പിന്നെ കഥ പറയുന്നത് പിന്നെ ത്രില്ലർ രൂപത്തിലേക്കും പിന്നെ സസ്പെൻസും ട്വിസ്റ്റൊക്കെ നിറഞ്ഞുകൊണ്ടാണ് പിന്നെ കഥ സെക്കൻഡ് ഹാഫിൽ കഥ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലൈമാക്സിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സസ്പെൻസ് ഇതിനകത്ത് ഒളിഞ്ഞിരുന്നിരുന്നു. ആ ഓരോ സസ്പെൻസും പൊളിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഈ സിനിമയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ബാലു വർഗീസിൻ്റെ ഫാദർ തോമസ് എന്ന കഥാപാത്രം ഈ ചിത്രത്തിന് നട്ടല്. അത് പറയാൻ കാരണമുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് മുതൽ തന്നെ ഫാദർ തോമസ് ആണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാദർ തോമസിനെയാണ് ഈ കഥ, അതായത് ബാലു വർഗീസിനെയാണ് ഈ സിനിമ, അതായത് നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലു വർഗീസാണ്. ഫാദർ തോമസ് ആയിട്ടാണ് നമ്മുടെ ബാലു വർഗീസിനകത്ത് അദ്ദേഹം ആ ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നായികയായ നമ്മുടെ അനശ്വര രാജൻ്റെ മീര എന്ന കഥാപാത്രം അതും സൂപ്പർ തന്നെയായിരുന്നു. ആ കഥാപാത്രം എങ്ങനെ കിട്ടിയിട്ടുണ്ടോ ആ കഥാപാത്രം അതുപോലെ തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ അനശ്വര എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ആൻ്റപ്പൻ്റെ കഥാപാത്രം എടുത്ത് പറയാനുള്ളതാണ്. നമ്മുടെ അർജുൻ അശോകൻ്റെ ആൻ്റപ്പൻ എന്ന കഥാപാത്രം അദ്ദേഹം അടിപൊളിയായിട്ട് പൊളിച്ചടിക്കിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അതാണ് നമുക്ക് ട്വിസ്റ്റും സസ്പെൻസൊക്കെ നിറയ്ക്കാനുള്ളൊരു സാഹചര്യം വന്നത്. അതായത് കാരണം അർജുൻ അശോകൻ്റെ ആ വരവോട് കൂടി പിന്നെ കഥഗതി വേറൊരു ഒഴുക്ക് രീതിയിലാണ് മാറുന്നതെന്നുള്ളതാണ്. പിന്നെ ഇവരെ കൂടാതെ സിനിമയിൽ രഞ്ജിത്ത് പണിക്കർ, ബൈജു, അൽത്താഫ് അഷറഫ്, മീനാരാജ് പള്ളുരുത്തി, വിനീത് വിശ്വം, സിനോജ് വർഗീസ്, സുർജിത്ത് എന്നിവരും ഈ സിനിമയിൽ മറ്റു ക്യാരക്ടറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരും അടിപൊളിയായിട്ട് അവരുടെ കിട്ടിയ ക്യാരക്ടറൊക്കെ അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയിലെ സോങ്, BGM എല്ലാം സൂപ്പർ തന്നെയായിരുന്നു. സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 7 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്.
അത്രയും ഒന്ന് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലെ പ്രേക്ഷകന് പൂർണ്ണമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ എനിക്ക് പറയാം. കാരണം അത്രയും ഇഷ്ടപ്പെട്ടു വേണം. കാരണം കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം നിറഞ്ഞൊരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും ഈ സിനിമ കാണാൻ പോയവർക്കൊന്നും നിരാശപ്പെടേണ്ടി വരില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും ആർത്തുല്ലസിച്ച്, അതായത് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ട് പോയിട്ട് ആർത്തുല്ലസിച്ച് ആർത്ത് ചിരിച്ച് വേണമെങ്കിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാണ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പോകുന്ന റിവ്യൂ എന്ന് പറയുന്നത് 5-ൽ 4 ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കും. അതായത് 4-ൽ 5 ഞാൻ സിനിമയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആരെങ്കിലും സിനിമ കാണാട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ സിനിമ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. OTT ഇറങ്ങിയിട്ട് കാണാൻ ശ്രമിക്കരുത്. കാരണം ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാണെന്ന് പറയുന്ന സിനിമ. അത്രയും ആർത്തുല്ലസിച്ചിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. അതായത് ഇവിടെ ഷോ ഉണ്ടായിരുന്നു, 11:30-ക്കായിരുന്നു ഇവിടെ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സമയം പോയതുപോലെ അറിഞ്ഞില്ല. കാരണം കയറിയതും സമയം പോയതുപോലെ എനിക്ക് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്രയും പൊട്ടിച്ചിരിച്ചു. കാരണം ഇത്രയും ഇങ്ങനെ ഒരു സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ അർജുൻ അശോകൻ്റെ ആയാലും അർജുൻ അശോകനും ബാലു വർഗീസും അനശ്വരയും കൂടി ചേർന്നപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റ്, വേറെ ഒന്നും പറയാനില്ല, അടിപൊളി തന്നെ. ഈ സിനിമ എന്തായാലും ഒരു ഹിറ്റ് അല്ലെങ്കിൽ എന്തായാലും ഹിറ്റാവും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ എന്തായാലും വിജയിക്കും സിനിമ. എന്തായാലും ഹിറ്റ് സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ളൊരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ 3 പേരുടെയും അതായത് ഈ മൂന്ന് പേരുടെയും പ്രവൃത്തി ഇതിന് പിന്നിലുണ്ട്. കാരണം നമ്മുടെ ഡയറക്ടറിൻ്റെയും അതായത് മഹേഷ് മധു ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മുടെ എന്ന് സ്വന്തം പുണ്യാണെന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അത് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രേക്ഷകരിലേക്കും ഒട്ടും ചോരാതെ തന്നെ, അതായത് കോമഡി ആണെങ്കിൽ കോമഡി, സസ്പെൻസ് ആണെങ്കിൽ സസ്പെൻസ്, എല്ലാം ആ ഒഴുക്ക് രീതിയിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ സംരംഭം നല്ലൊരു വൻ വിജയമാകട്ടെ, 100 കോടി ഒക്കെ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സിനിമ തിയേറ്റർ വൈസ് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ സിനിമ ഒരു ഹിറ്റ് അടിക്കും, അത്ര ഞാൻ പറയുന്നു. എന്തായാലും ഈ സിനിമ ഒരു ഹിറ്റ് അടിക്കും, അതിനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള കാണാനുണ്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. കാരണം എന്നുള്ള പ്രേക്ഷകന് ഈ സിനിമ നിരാശമല്ല, ലാഭമാണ്. എനിക്ക് സിനിമ കണ്ടിട്ട് വീണ്ടും കാണാനുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ ആഴ്ച തന്നെ ഞാൻ വീണ്ടും പോയി കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വർക്കും അതൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോയി കാണും. ഒന്നുകൂടി പോയി കാണണം എന്ന് വിചാരിക്കുന്ന സിനിമയാണ്. അതുപോലെ തന്നെ രേഖാചിത്രം സിനിമയും ഈ 2 സിനിമയും എനിക്ക് നല്ലപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ 2 സിനിമ ഒന്നുകൂടി പോയി കാണണമെന്നുണ്ട്. ഒന്നുകൂടി പോയി കാണാൻ പറ്റുവാണെങ്കിൽ ഒന്നുകൂടി 2 പോയി കാണും. ഓക്കെ, തിരക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു, നമ്മുടെ രേഖാചിത്രം എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാർക്കോ എന്ന സിനിമയുടെയും ഐഡൻറ്റിറ്റി എന്ന സിനിമയുടെയും വിടുതലെ പാർട്ട് 2 എന്ന സിനിമയുടെയും റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 3ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഗെയിം ചേഞ്ചർ എന്ന സിനിമ ഞാൻ പറഞ്ഞല്ലോ. ഗെയിം ചേഞ്ചർ ഞാൻ സിനിമ കണ്ടു. ഇന്നലെ വൈകുന്നേരം 7 മണിയുടെ ഷോ ആയിരുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാത്തത്. എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ റിവ്യൂ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിടിലം വീഡിയോ കാണുന്നവരേക്കും ബൈ.